Hi friends, welcome back to our channel Just for a Guide. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടിലെ ദ നെവർ നെവർ നെസ്റ്റ് എന്ന വൺ ആക്ട് പ്ലേ ആണ്. ദ നെവർ നെവർ നെസ്റ്റ്, എ പ്ലേ റിട്ടൺ ബൈ സെഡ്രിക് മൗണ്ട്. ഇതൊരു സെറ്റയറാണ്. സെറ്റയർ എന്ന് വെച്ചാൽ ആക്ഷേപഹാസ്യം. അതായത് ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാൾമെൻറ്റിലൂടെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾമെൻറ്റിലൂടെ അവരവരുടെ വരുമാനത്തിന് ഉപരിയായിട്ട് പണം മുടക്കി അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയെ വളരെ പരിഹാസത്തോടു കൂടി തന്നെയാണ് സെഡ്രിക് മൗണ്ട് ദ നെവർ നെവർ നെസ്റ്റ് എന്ന ഈ വൺ ആക്ട് പ്ലേയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഷില്ലിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ന്യൂ ഹാംസ്റ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു പ്ലേ ആണ്, അല്ലെങ്കിൽ ഒരു നാടകമാണ്. ന്യൂ ഹാംസ്റ്റഡ് ഈസ് എ പ്ലേസ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പണത്തിൻ്റെ ആ ഒരു ടേംസിലാണ് പറയുന്നത്. പൗണ്ട്, പെന്നീസ്, അതുപോലെ തന്നെ ഷില്ലിങ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കണം. പൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രിട്ടീഷ് നാണയമാണ്. അതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 106.46 ആണ്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റക്കുറിച്ചിലുകൾ വരാം. അതുപോലെ തന്നെ പെന്നിയാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. 100 പെന്നീസ് കൂടുമ്പോഴാണ് ഒരു പൗണ്ടായിട്ട് മാറുന്നത്. പിന്നീട് ഷില്ലിങ് എന്ന ഒരു ബ്രിട്ടീഷ് നാണയത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഒരു പൗണ്ടിൻ്റെ 20-1 ആണ് ഷില്ലിങ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി സെഡ്രിക് മൗണ്ടിനെ കുറിച്ച്, നമ്മുടെ പ്ലേ റൈറ്റിനെ കുറിച്ച് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കാം. സെഡ്രിക് മൗണ്ട് ഈസ് എ കൺസിഡറബിളി ഡിസ്റ്റിങ്ഷ്ഡ് പ്ലേ റൈറ്റ് ഓഫ് ഹിസ് ഏജ്. ആ കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്ലേ റൈറ്റ് എന്ന് വെച്ചാൽ നാടകകൃത്ത്, നാടകങ്ങൾ എഴുതുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള, ഡിസ്റ്റിങ്ഷ്ഡ് എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ, വിശിഷ്ടനായ ഒരു നാടകകൃത്തായിരുന്നു സെഡ്രിക് മൗണ്ട്. ഹി റോട്ട് സം തോട്ട്ഫുൾ പ്ലേസ് വിച്ച് ഇൻക്ലൂഡ് 20th century lullaby, to cut a long short story, short and nature abhors a vacuum. അപ്പോൾ ഹി റോട്ട് സം തോട്ട്ഫുൾ പ്ലേസ്, അദ്ദേഹം നല്ല ചിന്താശേഷിയുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഉൾപ്പെടുന്ന ചില വർക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. 20th century lullaby, to cut a long short story, short and nature abhors a vacuum. His one-act plays are easy to perform, satirical, witty and insightful. one-act play എന്ന് പറഞ്ഞാൽ ഏകാംഗ നാടകം, അതായത് ഒറ്റൊരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു പെട്ടെന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള നാടകമാണ് വൺ ആക്ട് പ്ലേ എന്ന് പറയുന്നത്. ഹിസ് വൺ ആക്ട് പ്ലേസ് ആർ ഈസി ടു പെർഫോം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഡ്രാമ പെട്ടെന്ന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. സെറ്റാരിക്കൽ, വിറ്റി ആൻഡ് ഇൻസൈറ്റ്ഫുൾ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെറ്റാരിക്കലാണ്. സെറ്റാരിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ആക്ഷേപഹാസ്യം, അതായത് പരിഹാസത്തോടു കൂടി ഉള്ള കാര്യം പറയുന്നത്. വിറ്റി എന്ന് പറഞ്ഞാലും നർമ്മരസം, ഫലിതം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ആൻഡ് ഇൻസൈറ്റ്ഫുൾ എന്ന് വെച്ചാൽ ദീർഘവീക്ഷണമുള്ള, ദീർഘദൃഷ്ടിയുള്ള എന്നൊക്കെ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൺ ആക്ട് പ്ലേസിലൊക്കെ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ദീസ് വൺ ആക്ട് പ്ലേസ് എക്സ്പോസ് ദ ഷാംസ് ഓഫ് കണ്ടംപററി സൊസൈറ്റി ബിസൈഡ്സ് ഡെലിക്കേറ്റ്ലി അഡ്മോണിഷിംഗ് ദ ഗിൽറ്റി. ദീസ് വൺ ആക്ട് പ്ലേസ് എക്സ്പോസ് എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക അല്ലെങ്കിൽ തുറന്നു കാണിക്കുക. ദ ഷാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപായം, തന്ത്രം. ഷാംസ് ഓഫ് കണ്ടംപററി സൊസൈറ്റി, കണ്ടംപററി എന്ന് പറഞ്ഞാൽ സമകാലിക അല്ലെങ്കിൽ ആധുനിക സൊസൈറ്റി, സമൂഹത്തിൻ്റെ തന്ത്രങ്ങൾ. അവർക്ക് പെട്ടെന്ന് പണക്കാരനാവാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ കൈവശമാക്കാനൊക്കെയുള്ള ആ തന്ത്രങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു, തുറന്നു കാട്ടുന്നു. അതുപോലെ തന്നെ ഡെലിക്കേറ്റ്ലി അഡ്മോണിഷിംഗ് ദ ഗിൽറ്റി. ഡെലിക്കേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ രസകരമായി അല്ലെങ്കിൽ ലളിതമായി. അഡ്മോണിഷിംഗ് എന്ന് വെച്ചാൽ താക്കീത് നൽകുക,
ഉപദേശിക്കുക എന്നൊക്കെയാണ്. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത. അപ്പോൾ ഇത്തരത്തിൽ അവർ എന്താണ് വളരെ ഉപായത്തിൽ അവരുടെ ആ കുതന്ത്രത്തിലൂടെ കരസ്ഥമാക്കുന്നത് എന്തും അതൊരു ഗിൽറ്റിയാണ്. അപ്പോൾ ആ ഗിൽറ്റി എല്ലാവരുടെ മുന്നിലും വളരെ നർമ്മത്തോടു കൂടി എക്സ്പോസ് ചെയ്യുകയാണ് സെഡ്രിക് മൗണ്ട് അദ്ദേഹത്തിൻ്റെ വൺ ആക്ട് പ്ലേയിലൂടെ കാണിക്കുന്നത്. ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു വളരെ സെറ്ററിക്കലായിട്ടുള്ള ഒരു പ്ലേ ആണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ഇനി ടെക്സ്റ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ സെൻറ്റൻസ് വായിക്കാം. ഹാവ് യു എവർ പർച്ചേസ് തിങ്സ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്? നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഈ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക? അതായത് ഇപ്പോൾ 1,00,000 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ ഇപ്പോൾ ഒരു 1,000 രൂപ ഫസ്റ്റ് കൊടുക്കുക, പിന്നെ ബാക്കിയെല്ലാം തവണകളായിട്ട് ഓരോ മാസവും ഇപ്പോൾ 1,000 രൂപ വെച്ചിട്ടായിരിക്കും അവർ ഒരു നിശ്ചിത തുക പറയും. അപ്പോൾ ഒരു നിശ്ചിത വർഷങ്ങൾക്കുള്ളിൽ ആ ഒരു 1,00,000 രൂപ അടച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു സാധനം സ്വന്തമാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ആ സാധനം നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, പകുതി വെച്ച് നമുക്ക് ആ തവണകൾ മുടങ്ങിക്കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും, അവരത് വന്ന് കൊണ്ടുപോകും. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, ഹാവ് യു എവർ പർച്ചേസ് തിങ്സ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്? നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ബൈയിങ് തിങ്സ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ലീഡിങ് എ ലക്ഷൂറിയസ് ലൈഫ് സീംസ് ടു ബി ഹാപ്പി ആൻഡ് പ്ലീസിങ്. പിന്നീട് എന്താ പറയുന്നത്? ബൈയിങ് എന്ന് വെച്ചാൽ വാങ്ങിക്കുക, തിങ്സ് വസ്തുക്കൾ, ഓൺ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിക്കുന്നത്, ആൻഡ് ലീഡിങ് എ ലക്ഷൂറിയസ് ലൈഫ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കുറഞ്ഞ ഒരു തുക കൊടുത്താൽ കിട്ടും. അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ലീഡ് ചെയ്യുന്ന ആ ലൈഫ് എന്ന് പറയുന്നത് വളരെ ലക്ഷൂറിയസ് ആണ്. ലക്ഷൂറിയസ് എന്ന് പറഞ്ഞാൽ ആർഭാടപൂർണ്ണമായ, ആഡംബരമുള്ള. അപ്പോൾ അത് വളരെ ഹാപ്പിയാണ്, അതുപോലെ തന്നെ പ്ലീസിങ് ആണ്, നമുക്ക് വളരെ സുഖിപ്പിക്കുന്ന ഒന്നാണ് അല്ലേ? അതായത് നമുക്ക് അധികം വരുമാനമൊന്നും ഇല്ലയെന്ന് വെക്കുക, പക്ഷെ നമുക്ക് കുറഞ്ഞ തുക കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കാർ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് ആഡംബരപൂർണ്ണമായിട്ടുള്ളൊരു ലൈഫ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ ഹാപ്പിയാക്കും. ചിലർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കുന്നത് ഭയങ്കര ഹാപ്പിനെസ് നൽകും. അത് നമുക്ക് തന്നെ ഒരു സുഖം തരുന്നൊരു ഫീലിംഗ് ആണ്. ബട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് പ്രോപ്പർലി ഡെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകാര്യം ചെയ്യുക. പക്ഷെ അത് നമ്മൾ വളരെ പ്രോപ്പറായി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ആ പ്ലേയിലോട്ട് പോവാം. ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജാക്ക്, ജിൽ ഹിസ് വൈഫ്. ജാക്ക് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ജിൽ. ആൻഡ് ജെയിൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. പിന്നീട് കാണിക്കുന്ന നേഴ്സാണ്. നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജാക്കിനും ജില്ലിനും ചെറിയൊരു ബേബി ഉണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ വന്നിരിക്കുന്നതാണ് നേഴ്സ്. അപ്പോൾ ഇത്ര ക്യാരക്ടേഴ്സാണ്. ജാക്ക് ഉണ്ട്, ജില്ലുണ്ട്, ആൻഡ് ജെയിൻ ഉണ്ട്, നേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഇൻഫൻറ്റ് ചെറിയൊരു ബേബി ഉണ്ട്, ഇൻബോൺ ബേബി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹയർ പർച്ചേസ് സിസ്റ്റത്തെ വളരെ നർമ്മത്തോടു കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഏകാംഗ നാടകമാണ് ദ നെവർ നെവർ നെസ്റ്റ്. ഇനി നമുക്ക് ആ ഒരു നാടകം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് നോക്കാം. ദ ലോഞ്ച് ഓഫ് ജാക്ക് ആൻഡ് ജിൽസ് വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റഡ്. ന്യൂ ഹാംസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇംഗ്ലണ്ടിലൊരു പ്ലേസാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ദ ലോഞ്ച് ഓഫ് ജാക്ക് ആൻഡ് ജിൽസ് വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റഡ്. അപ്പം നമ്മൾ കാണുന്ന ആ സീനിൽ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ലിവിങ് റൂമിനാണ്, സ്വീകരണ മുറിക്കാണ് ലോഞ്ച് എന്ന് പറയുന്നത്. ജാക്കിൻ്റെയും ജില്ലിൻ്റെയും വില്ലയിലെ ലോഞ്ച് സ്വീകരണ മുറിയാണ് നമ്മൾ കാണുന്നത്. ദ എസെൻഷ്യൽ ഫേർണിച്ചർ കൺസിസ്റ്റ് ഓഫ് എ ടേബിൾ ഓൺ വിച്ച് ആർ റൈറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് 2 ചെയേഴ്സ്. അപ്പോൾ നമ്മൾ ആ റൂമിനകത്ത് എന്തൊക്കെയുള്ളത്? എസെൻഷ്യൽ ഫർണിച്ചർ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള ഫർണിച്ചറുണ്ട്. എ ടേബിൾ വിച്ച് ആർ റൈറ്റിംഗ് മെറ്റീരിയൽസ്, ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ട് എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് 2 ചെയേഴ്സ്, 2 ചെയറുകളുണ്ട്. ആസ് ദ കർട്ടൻ റൈസസ് ദ ലോഞ്ച് ഈസ് എംപ്റ്റി. അതായത് ഒരു പ്ലേ തുടങ്ങുവാണ്, അപ്പോൾ കർട്ടൻ റൈസ് ചെയ്യാണ് അല്ലേ? കർട്ടൻ ഉയർത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ദ ലോഞ്ച് ഈസ് എംപ്റ്റി. ലോഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സ്വീകരണ മുറി. ആ ലോഞ്ച് എംപ്റ്റി ആയിട്ടുണ്ട്, അവിടെ ആരും തന്നെ ഇല്ല. ബട്ട് ജാക്ക് ആൻഡ് ജിൽ
കം ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ ആൻഡ് ജെയിൻ. പിന്നീട് എന്ത് ചെയ്യാണ്, ജാക്ക് ആൻഡ് ജിൽ കം ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അവർ പെട്ടെന്ന് വരികയാണ് ജാക്കും ജില്ലും. അവരെ പിന്തുടർന്നുകൊണ്ട് ആരും കൂടെ ഉണ്ട്, ആൻഡ് ജെയിനും ഉണ്ട്. ജിൽ ആൻഡ് ദിസ് ഈസ് ദ ലോഞ്ച്. അപ്പോൾ ജില്ല് പറയാണ്, ഇതാണ് ഞങ്ങളുടെ സ്വീകരണ മുറി. ആൻഡ് ജെയിൻ, ചാമിങ് സച്ച് എ കോസി ലിറ്റിൽ റൂം ആൻഡ് സച്ച് പ്രെറ്റി. ചാമിങ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, വളരെ ഭംഗിയായിട്ടുള്ള, സച്ച് എ കോസി ലിറ്റിൽ റൂം. കോസി എന്ന് പറഞ്ഞാൽ സൗകര്യപ്രദമായിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ചെറിയ ആ ഒരു ലോഞ്ച്, സ്വീകരണ റൂം എന്ന് പറയുന്നത് വളരെ ആകർഷകമായിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെറിയ റൂമാണ്. ആൻഡ് സച്ച് പ്രെറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. എത്ര മനോഹരമാണ് നിങ്ങളുടെ ഈ ലോഞ്ച്. ജാക്ക് മോഡസ്റ്റ്ലി, വി ലൈക്ക് ഇറ്റ്, യു നോ, ഹാൻഡി പ്ലേസ് ടു സിറ്റ് ഇൻ ആൻഡ് ലിസൺ ടു ദ റേഡിയോഗ്രാം. അപ്പോൾ ആൻറ്റി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ലോഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജാക്ക് പറയണേ മോഡസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എളിമയോടുകൂടി, താഴ്മയോടുകൂടി പറയണേ, വി ലൈക്ക് ഇറ്റ്, ഞങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. യു നോ, ഹാൻഡി പ്ലേസ് ടു സിറ്റ് ഇൻ. ഹാൻഡി പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയ സ്ഥലം, അതായത് ഇങ്ങനെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഇരുന്ന് ആൻഡ് ലിസൺ ടു ദ റേഡിയോഗ്രാമിൽ നമുക്ക് പാട്ടും ന്യൂസൊക്കെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ആൻഡ് ജെയിൻ, ഹാവ് യു ഗോട്ട് എ റേഡിയോഗ്രാം ആസ് വെൽ ആസ് എ കാർ ആൻഡ് എ പിയാനോ. ആൻഡ് ജെയിൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്, ഹാവ് യു ഗോട്ട് എ റേഡിയോഗ്രാം. നിങ്ങൾക്ക് റേഡിയോഗ്രാം ഉണ്ടോ? റേഡിയോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്ന റേഡിയോ അല്ലെങ്കിൽ ഗ്രാമഫോൺ, പാട്ടൊക്കെ കേൾക്കാനുള്ള എന്താ പറയുക, റേഡിയോ. ആസ് വെൽ ആസ് എ കാർ, ഒരു കാറും ഉണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് പിയാനോയും ഉണ്ടോ? അപ്പോൾ ആ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് ആൻഡ് ജെയിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാക്ക്, വൈ, ഓഫ് കോഴ്സ്. ആൻഡ് ജെയിൻ, യു സിംപ്ലി മസ്റ്റ് ഹാവ് എ റേഡിയോ സെറ്റ് നൗ എ ഡേയ്സ്. അപ്പോൾ എന്താ പറയുന്നത്, ജാക്ക് പറയാണ്, വൈ, ഓഫ് കോഴ്സ്, എന്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ജെയിൻ, യു സിംപ്ലി മസ്റ്റ് ഹാവ് എ റേഡിയോ സെറ്റ് നൗ എ ഡേയ്സ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കും ഒരു റേഡിയോ സെറ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളെ വീട്ടിൽ വാങ്ങി വെക്കാവുന്നതാണ്. ജിൽ, ആൻഡ് ഇറ്റ്സ് സോ നൈസ് ഫോർ മീ വെൻ ജാക്സ് അവേ അറ്റ് ബിസിനസ്. ഐ ഈവൻ മേക്ക് ഹിം മൂവ് ഇറ്റ് ഇൻ ടു ദ കിച്ചൺ സോ ദാറ്റ് ഐ ക്യാൻ ലിസൺ ടു ഇറ്റ് വൈൽ ഐ കുക്ക്. അപ്പോൾ ജില്ല അതിനകത്ത് ഇടയ്ക്ക് കയറി പറയുവാണ്, ഇറ്റ്സ് സോ നൈസ് ഫോർ മീ വെൻ ജാക്സ് അവേ അറ്റ് ബിസിനസ്. ജാക്ക് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ദൂരേക്ക് പോകുമ്പോൾ ഇതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഐ ഈവൻ മേക്ക് ഹിം മൂവ് ഇറ്റ് ഇൻ ടു ദ കിച്ചൺ. ചില സമയത്ത് കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇത് കിച്ചണിലേക്ക് മാറ്റി വയ്ക്കും. സോ ദാറ്റ് ഐ ക്യാൻ ലിസൺ ടു ഇറ്റ് വൈൽ ഐ കുക്ക്. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് എനിക്ക് പാട്ട് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ റേഡിയോ ലിസൺ ചെയ്തുകൊണ്ട് എനിക്ക് ജോലിയെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ജില്ല് പറയുകയാണ്. ജാക്ക്, സിറ്റ് ഡൗൺ ആൻഡ് ജെയിൻ, യു മസ്റ്റ് ബി ടയേർഡ് ആൻഡ് വി ഹാവ് ഷോൺ യു എവറിത്തിങ് നൗ. ആൻഡ് ജെയിനോട് ജാക്ക് പറയാണ്, നിങ്ങളിത് വളരെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇരിക്കൂ. ആൻഡ് വി ഹാവ് ഷോൺ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരിക, നിങ്ങൾക്ക് എല്ലാം ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും കാണിച്ചു തരാം. ജിൽ, വാട്ട് ഡു യു തിങ്ക് ഓഫ് അവർ ലിറ്റിൽ നെസ്റ്റ് ആൻഡ് ജെയിൻ. അപ്പോൾ ജില്ല് പറയാണ്, ഞങ്ങളുടെ ഈ ഒരു നെസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഹോം, വീടാണ്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീടിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം? ആൻഡ് ജെയിൻ, ഐ തിങ്ക് ഇറ്റ്സ് സോ വണ്ടർഫുൾ മൈ ഡിയേഴ്സ്. The furniture and the car and the piano and the refrigerator and the radio. What's it? It's wonderful, really wonderful. Jane പറയുവാണ്, ഐ തിങ്ക് ഇറ്റ്സ് വണ്ടർഫുൾ മൈ ഡിയേഴ്സ്. വളരെ അത്ഭുതമാണ്, അല്ലെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്. ഇവിടെയുള്ള പിന്നീട് ആ വീട്ടിലുള്ള സാധനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദ ഫർണിച്ചർ ആൻഡ് ദ കാർ and the piano and the refrigerator and the radio. What's it? It's wonderful, really wonderful. ഇത്രയൊക്കെ വസ്തുക്കൾ അല്ലെങ്കിൽ തിങ്സ് നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ആകർഷകമാണ്, വളരെ വണ്ടർഫുൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. ജാക്ക്, ആൻഡ് വി ഓ ടു യു. എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുക. ഇതിനൊക്കെ ആൻഡ് ജെയിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ജെയിൻ, യെസ് ജാക്ക്, ദാറ്റ്സ് വാട്ട്സ് വറിങ് മീ. അപ്പോൾ ആൻഡ് ജെയിൻ പറയാണ്, യെസ് ജാക്ക്, അതെ ജാക്ക്, ദാറ്റ്സ് വാട്ട്സ് വറിങ് മീ, അത് തന്നെയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ജാക്ക്, വറിങ് യു
ആൻഡ് ജെയിൻ, നിങ്ങളെ അത് വിഷമിപ്പിക്കുന്നു എന്ന് ജാക്ക് ചോദിക്കുകയാണ്. ഇതിനെല്ലാം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ജാക്ക് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് എന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് ആൻഡ് ജെയിന് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തിനാണെന്നാണ് ജാക്ക് ചോദിക്കുന്നത്. ആൻഡ് ജെയിൻ, യെസ്, ദാറ്റ് ചെക്ക് ഐ ഗേവ് യു ഫോർ യുവർ വെഡിങ് പ്രസൻറ്റ്, ഇറ്റ് വാസ് ഓൺലി 200 pounds, വാസൻറ്റ് ഇറ്റ്? ഐ ഡിഡ്ന്റ് പുട്ട് 2000 ബൈ മിസ്റ്റേക്ക്. അപ്പോൾ ആൻഡ് ജെയിന് അതിനുള്ള കാരണം പറയുകയാണ്. യെസ്, ദാറ്റ് ചെക്ക് ഐ ഗേവ് യു ഫോർ യുവർ വെഡിങ് പ്രസൻറ്റ്, നിങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് ഗിഫ്റ്റായിട്ട് പ്രസൻ്റായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചെക്ക് തന്നിരുന്നു. ഇറ്റ് വാസ് ഓൺലി 200 pounds, അത് 200 pounds മാത്രമാണ്. വാസൻറ്റ് ഇറ്റ്? അങ്ങനെ ആയിരുന്നില്ലേ? ഐ ഡിഡ്ന്റ് പുട്ട് 2000 ബൈ മിസ്റ്റേക്ക്, ഞാൻ അബദ്ധത്താൽ നിങ്ങൾക്ക് 2000 ആണോ തന്നിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ? അപ്പോൾ ഇത് ഓർത്തപ്പോൾ ആൻഡ് ജെയിന് ആകെ വിഷമമായിട്ടുണ്ട്. ജില്ല് പറയാണ്, വൈ നോ ആൻഡ് ജെയിൻ, വാട്ട് ഓൺ എർത്ത് മേഡ് യു തിങ്ക് ദാറ്റ്? എന്താണ് ആൻഡ് ജെയിൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ജില്ല് ചോദിക്കുകയാണ്. ആൻഡ് ജെയിൻ റിലീവ്ഡ്, വെൽ, ദാറ്റ്സ് ഓൾ റൈറ്റ്, ബട്ട് ഐ സ്റ്റിൽ don't altogether understand. This house, it's very lovely, but doesn't it cost a great deal for rent? അപ്പോൾ ജില്ലു പറയുകയാണ്, വൈ നോ ആൻഡ് ജെയിൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ജെയിൻ റിലീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയൊരു ആശ്വാസത്തോടു കൂടി പറയാണ്, വെൽ, ദാറ്റ്സ് ഓൾ റൈറ്റ്, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് ഓൾടുഗെദർ അണ്ടർസ്റ്റാൻഡ്, പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങ് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയാണ് നടന്നതെന്ന് അങ്ങനെ അങ്ങ് മനസ്സിലാവുന്നില്ല. ദിസ് ഹൗസ്, ഇറ്റ്സ് വെരി ലവ്ലി, ഈ ഒരു വീടെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്, ബട്ട് ഡസൻ കോസ്റ്റ് എ ഗ്രേറ്റ് ഡീൽ ഫോർ റെന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ താമസമാക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു റെൻറ്റ്, വാടക കൊടുക്കണ്ടേ? അപ്പോൾ അതിന് മറുപടിയായിട്ട് ജാക്ക് പറയുകയാണ്, റെൻറ്റ്? ഓ നോ, വി ഡോണ്ട് പേ റെൻറ്റ്. ജാക്ക് പറയാണ്, അയ്യോ ഇത് റെൻറ്റിനൊന്നല്ല, ഞങ്ങൾക്ക് റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വാടക കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ജെയിൻ, ബട്ട് ജാക്ക്, ഇഫ് യു ഡോണ്ട് പേ റെൻറ്റ് യു വിൽ ഗെറ്റ് ടേൺ ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് ആൻഡ് ദാറ്റ് വുഡ് നെവർ ഡു. യു വിൽ ജിൽ ആൻഡ് ദ ബേബി ടു തിങ്ക് ഓഫ് നൗ, യു നോ. അപ്പോൾ അതിന് ആൻഡ് ജെയിൻ പറയാണ്, ബട്ട് ജാക്ക്, ഇഫ് യു ഡോണ്ട് പേ റെൻറ്റ്, നിങ്ങൾ റെൻറ്റ് പേ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ എന്താണ് വാടക കൊടുക്കുന്നില്ലെങ്കിൽ, യു വിൽ ഗെറ്റ് ടേൺ ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ്, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? ആൻഡ് ദാറ്റ് വുഡ് നെവർ ഡു, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. യു വിൽ ജിൽ ആൻഡ് ദ ബേബി ടു തിങ്ക് ഓഫ് നൗ, യു നോ. നിങ്ങൾക്കിപ്പോൾ വൈഫുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടി കൂടിയുണ്ട്, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണ്ടേ എന്ന് ജാക്കിനോട് ചോദിക്കുകയാണ്. ജാക്ക്, നോ ആൻഡ് ജെയിൻ, യു മിസ്അണ്ടർസ്റ്റുഡ് മീ, വി ഡോണ്ട് പേ റെൻറ്റ് ബിക്കോസ് ദ ഹൗസ് ഈസ് അവേഴ്സ്. അപ്പോൾ ജാക്ക് പറയാണ്, നോ ആൻഡ് ജെയിൻ, അങ്ങനെയല്ല ജെയിൻ, യു മിസ്അണ്ടർസ്റ്റുഡ് മീ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. വി ഡോണ്ട് പേ റെൻറ്റ് ബിക്കോസ് ദ ഹൗസ് ഈസ് അവേഴ്സ്, ഈ വീട് ഞങ്ങളുടെ സ്വന്തമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റെൻറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ജെയിൻ, യുവേഴ്സ്? അപ്പോൾ ആൻഡ് ജെയിൻ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടേതാണോ? ജിൽ, വൈ യെസ്, യു ജസ്റ്റ് പേ 10 pounds ആൻഡ് ഇറ്റ്സ് യുവേഴ്സ്. അപ്പോൾ ജില്ല് അതിനോട് പറയുകയാണ്, മറുപടിയായിട്ട് പറയാണ്, വൈ യെസ്, ഇത് ഞങ്ങളുടെ തന്നെ, യു ജസ്റ്റ് പേ 10 pounds ആൻഡ് ഇറ്റ്സ് യുവേഴ്സ്, നിങ്ങൾക്ക് 10 pound അടയ്ക്കാമെങ്കിൽ ഈ വീട് നിങ്ങളുടേതാവും. ജാക്ക്, യു സീ ആൻഡ് ജെയിൻ, വി റിയലൈസ്ഡ് ഹൗ അൺഎക്കണോമിക് ഇറ്റ് ഈസ്. അപ്പോൾ എന്താണ് ജാക്ക് പറയുകയാണ്, യു സീ ആൻഡ് ജെയിൻ, how uneconomic it is to go on paying rent year after year. അതായത് ഞങ്ങൾ മനസ്സിലാക്കി എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും റെൻറ്റ് കൊടുക്കുക എന്നുള്ളത് അൺഎക്കണോമിക്കാണ്. അൺഎക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു കാര്യമാണ്. അതിങ്ങനെ വെറുതെ ഓണറിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇറ്റ് ഈസ് ടു ഗോ ഓൺ പേയിങ് റെൻറ്റ് ഇയർ ആഫ്റ്റർ ഇയർ, ഓരോ വർഷവും നമ്മളിങ്ങനെ റെൻറ്റ് കൊടുക്കുന്നത്. വെൻ യു ക്യാൻ ബൈ ആൻഡ് എൻജോയ് എ ഹോം ഓഫ് യുവർ ഓൺ ഫോർ 10 pounds. പക്ഷേ അതിന് പകരം നമ്മൾ
എന്താ പറയുക 10 പൗണ്ട്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേത് സ്വന്തം എന്ന് പറയാനുള്ളൊരു വീട് കിട്ടും. ആൻഡ് എ ഫ്യൂ ക്വാർട്ടർലി പേയ്മെൻറ്റ്സ് ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ എന്താണ് ക്വാർട്ടർലി പേയ്മെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന 3 മാസത്തിലൊരിക്കൽ ഒരു തുക അങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ വീട് സ്വന്തമായി കിട്ടും. വൈ ബി മിസ്റ്റർ ടെനൻ വെൻ യു ക്യാൻ ബി മിസ്റ്റർ ഓണർ. അപ്പോൾ എന്താണ്, നമ്മൾ എന്തിനാണ് മിസ്റ്റർ ടെനൻ എന്ന് പറഞ്ഞാൽ വാടകക്കാരൻ, വെൻ യു ക്യാൻ ബി മിസ്റ്റർ ഓണർ, നമുക്ക് ഓണർ ആവാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്തിനാണ് മിസ്റ്റർ ടെനൻ്റായിട്ട് മാറുന്നത്, ഒരു വാടകക്കാരനായിട്ട് മാറുന്നത്. ആൻഡ് ജെയിൻ, ഐ സീ, യെസ് ദാറ്റ്സ് സംതിങ് ഇൻ ദാറ്റ്. ഈവൻ സോ യു മസ്റ്റ് ബി ഗെറ്റിംഗ് ഓൺ വെരി വെൽ ടു കീപ്പ് അപ്പ് എ പ്ലേസ് ലൈക്ക് ദിസ്. അപ്പോൾ ആൻഡ് ജെയിൻ പറയണേ, ഐ സീ, യെസ് ദാറ്റ്സ് സംതിങ് ഇൻ ദാറ്റ്. നീ പറഞ്ഞതിലേ ഒരു കാര്യമുണ്ട് അല്ലേ. ഈവൻ സോ യു മസ്റ്റ് ബി ഗെറ്റിംഗ് ഓൺ വെരി വെൽ ടു കീപ്പ് അപ്പ് എ പ്ലേസ് ലൈക്ക് ദിസ്. ശരിയാണ്, ഇത്ര നല്ലൊരു പ്ലേസ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ജിൽ, ഓ ഹീസ് ആൻഡ് ജെയിൻ, വൈ only ലാസ്റ്റ് ഇയർ ഹി ഹാഡ് എ 5 shilling റൈസ്, ഡിഡൻ യു ജാക്ക്. അപ്പം ജില്ല് പറയണ, ഓ ഹീസ് ആൻഡ് ജെയിൻ, എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സന്ദർഭം ഒത്തുവരുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ ഒരു പണം അടയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് തന്നെ വരുന്നുണ്ട്. വൈ only ലാസ്റ്റ് ഇയർ ഹി ഹാഡ് എ 5 shilling റൈസ്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്, അതായത് ജാക്കിന് 5 shilling ശമ്പള വർധന ഉണ്ടായിട്ടുണ്ട്. ഡിഡ് യു ജാക്ക്, അല്ലേ ജാക്ക് എന്ന് ജില്ല് ചോദിക്കുകയാണ്. ജാക്ക് മോഡസ്റ്റ്ലി, of course, that was nothing really. I am expecting 10 this Christmas. അപ്പം ജാക്ക് മോഡസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ എളിമയോട് കൂടി പറയണം, ഓഫ് കോഴ്സ് ദാറ്റ് വാസ് നത്തിങ് റിയലി. ശരിക്കും പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഐ ആം എക്സ്പെക്റ്റിംഗ് 10 ദിസ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ആകുമ്പോഴേക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എനിക്ക് 10 shillings കൂടുമെന്നാണ്. ആൻഡ് ജെയിൻ, സഡൻലി, ജാക്ക്, ഐ ഹാവ് ജസ്റ്റ് തോട്ട് ഓഫ് സംതിങ്. ദാറ്റ് കാർ, ഈസ് ഇറ്റ് യുവേഴ്സ്? അപ്പോൾ ആൻഡ് ജെയിനും വളരെ പെട്ടെന്ന് തന്നെ ചോദിക്കണം, ജാക്ക്, ഐ ഹാവ് ജസ്റ്റ് തോട്ട് ഓഫ് സംതിങ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചിന്തിച്ചു. ദാറ്റ് കാർ, ഈസ് ഇറ്റ് യുവേഴ്സ്? ആ കാർ നിങ്ങളുടേതാണോ? ജിൽ, ഓഫ് കോഴ്സ് ഇറ്റ്സ് അവേഴ്സ്. ജില്ല് പറയണോ, തീർച്ചയായിട്ടും അത് ഞങ്ങളുടേത് തന്നെയാണ്. ആൻഡ് ജെയിൻ, ഓൾ യുവേഴ്സ്? അതെല്ലാം നിങ്ങളുടേതാണോ? ജാക്ക്, വെൽ നോ, നോട്ട് എക്സാക്ട്ലി ഓൾ. അല്ല, എല്ലാം ഞങ്ങളുടേതല്ല. ആൻഡ് ജെയിൻ, ഹൗ മച്ച് ഓഫ് ഇറ്റ്? ആ കാറിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ളത്? ജിൽ, ഹോ ഐ ഷുഡ് സേ ദ സ്റ്റിയറിംഗ് വീൽ ആൻഡ് 1 of the tires and about 2 of the cylinders. But don't you see, that's the wonderful thing about it. അപ്പോൾ എന്താ ജില്ല് പറയുന്നത്? മൊത്തമായിട്ടൊന്നും നമ്മുടേതല്ല. ഐ ഷുഡ് സേ ദ സ്റ്റിയറിംഗ് വീൽ. അപ്പോൾ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ കാറിന് വേണ്ടിയിട്ട് അടച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ കാറ് മുഴുവനായിട്ട് നമ്മുടേതല്ല. ആ ഒരു സ്റ്റിയറിംഗ് വീലിനുള്ളതും ആൻഡ് 1 of the tires, ആ ടയേഴ്സിൽ ഒരെണ്ണം, ആൻഡ് അബൌട്ട് 2 of the cylinders, 2 സിലിണ്ടേഴ്സ്. ബട്ട് ഡോണ്ട് യു സീ, ദാറ്റ്സ് ദ വണ്ടർഫുൾ തിങ് അബൌട്ട് ഇറ്റ്. പക്ഷേ എന്താണ്, നമുക്കതിനകത്ത് മറ്റൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം എന്താ, വളരെ കുറച്ച് പൈസയ്ക്ക് നമുക്കത് ഉപയോഗിക്കാം. ആൻഡ് ജെയിൻ, ഐ ഡോണ്ട് സീ എനിത്തിങ് വണ്ടർഫുൾ അബൌട്ട് ഇറ്റ്. ആൻഡ് ജെയിൻ പറയണേ, എനിക്കതിനകത്ത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യവും കാണാൻ സാധിക്കുന്നില്ല. ജിൽ, ബട്ട് ഡേഴ്സ് ആൻഡ് ജെയിൻ, യു സീ, although we could never buy a car outright, we can enjoy all the pleasures of motoring for a mere 5 pounds down. അപ്പോൾ ജില്ല് പറയാണ്, ബട്ട് there is ആൻഡ് ജെയിൻ, പക്ഷേ അതിനകത്തൊരു കാര്യമുണ്ട് ആൻറ്റി. യു സീ, although we could never buy a car outright. ഔട്ട്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവനായിട്ടും, തികച്ചും. അതായത് തികച്ചും നമുക്കൊരു കാറ് സ്വന്തമാക്കാൻ ഒരിക്കലും സാധിക്കില്ല. വി ക്യാൻ എൻജോയ് ഓൾ ദ പ്ലഷേഴ്സ് ഓഫ് മോട്ടറിങ് ഫോർ എ മിയർ എന്ന് പറഞ്ഞാൽ കേവലം 5 pounds ഡൗൺ. നമുക്ക് കേവലം 5 പൗണ്ട് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള കാറ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് എല്ലാ പ്ലഷേഴ്സും അതിനകത്ത് അനുഭവിക്കാൻ സാധിക്കും. ആൻഡ് ജെയിൻ, ആൻഡ് ദ റെസ്റ്റ് ടു ബൈ ഈസി ഇൻസ്റ്റാൾമെൻറ്റ് ഐ സപ്പോസ്. ഇൻസ്റ്റാൾമെൻറ്റിലൂടെ അല്ലേ എന്ന് ആൻഡ് ജെയിൻ ചോദിക്കുകയാണ്. ജിൽ, എക്സാക്ട്ലി, ശരിക്കും, തീർച്ചയായും. ആൻഡ് ജെയിൻ, എക്സാക്ട്ലി, ആൻഡ് വാട്ട് അബൌട്ട് ദി റേഡിയോ, വാട്ട്സ് ഇറ്റ്? അപ്പോൾ വീണ്ടും ആൻറ്റിക്ക് ആൻഡ് ജെയിനിന് ചെറിയൊരു ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ ഈ റേഡിയോയുടെ കാര്യം ഇതുപോലെയൊക്കെ തന്നെയാണോ, എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയുമെന്ന്. കാരണം ആൻറ്റിക്ക് ഇങ്ങനെ
ഇൻസ്റ്റാൾമെൻറ്റിലൂടെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിനോടൊന്നും അഭിപ്രായമില്ല. അവർക്ക് ആ ഒരു ക്യാഷ് എത്രയാണോ ആ ഒരു പണം കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കുന്നതിനോടാണ് താല്പര്യം. അല്ലാണ്ട് നമ്മുടെ വരുമാനത്തിന് ഉപരിയായിട്ടുള്ള പണം ചിലവഴിച്ച്, കാരണം നമ്മൾക്കിപ്പോൾ ഒരു 10,000 രൂപയാണ് വരുമാനമുള്ളതെങ്കിൽ ഫ്രിഡ്ജ്, അതുപോലെ റേഡിയോ, പിന്നെ വാഷിംഗ് മെഷീൻ, കാർ, ഇങ്ങനെയുള്ള എല്ലാത്തിനും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ ഈ സാധനങ്ങളെല്ലാം വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ 10,000-ൽ ഒരിക്കലും അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വളരെ വിപരീതമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ആ ഒരു അഭിപ്രായക്കാരിയാണ് ആൻറ്റി. ആൻഡ് ജെയിൻ പറയാണ് എക്സാക്ട്ലി. ആൻഡ് വാട്ട് അബൌട്ട് ദ റേഡിയോ, വാട്ട്സ് ഇറ്റ്? ഈ റേഡിയോ കുറിച്ച് ഇനി എന്താ പറയാനുള്ളത്? ജാക്ക്, വെൽ ദാറ്റ്സ് ദി. അപ്പോൾ ജാക്കിന് ഉത്തരം മുട്ടി. കാരണം എന്താണ്, അതിനെക്കുറിച്ച് പറയാൻ കുറച്ചൊരു നാണക്കേടൊക്കെ തോന്നി. ആൻഡ് ജെയിൻ, ആൻഡ് ദ പിയാനോ? അപ്പോൾ ഈ പിയാനയോ? ജിൽ, വെൽ ഓഫ് കോഴ്സ്, അതെ, അതും അങ്ങനെ തന്നെയാണ്, ഇൻസ്റ്റാൾമെൻറ്റിലൂടെയാണ്. ആൻഡ് ജെയിൻ, ആൻഡ് ദ ഫർണിച്ചർ? ഈ ഫർണിച്ചർ എങ്ങനെയാണ്? ജാക്ക്, ഐ ആം എഫ്രൈഡ് സോ. എന്താണ്, അതും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടാതെ വരികയാണ്. ആൻഡ് ജെയിൻ, ഐ സപ്പോസ് യു ഓൺ ഈസ് ദിസ് ലെഗ്. ഷി പോയിൻറ്റ്സ് ടു വൺ. അപ്പോൾ ഒരു ഫർണിച്ചറിൻ്റെ അതിൻ്റെ ആ ഒരു ടേബിളിൻ്റെ കാലിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇത് നിങ്ങളുടെ സ്വന്തമായിരിക്കാം. ഏതെങ്കിലും ചെറിയൊരു ഫർണിച്ചർ ചൂണ്ടിയിട്ടായിരിക്കണം ആൻഡ് ജെയിൻ അത് ചോദിച്ചത്. ജിൽ, വെൽ നോ, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഇറ്റ്സ് ദാറ്റ് വൺ. ഷി പോയിൻറ്റ്സ് ടു അനദർ. അപ്പോൾ എന്താണ്, ജില്ല് പറയാണ്, വെൽ നോ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, സത്യത്തിൽ അതല്ല, ഇറ്റ്സ് ദാറ്റ് വൺ, അതാണ് ഞങ്ങൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഷി പോയിൻറ്റ്സ് ടു അനദർ, മറ്റൊരു ചെറിയൊരു ഫർണിച്ചറിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അതാണ് ഞങ്ങൾ ഫുൾ എമൗണ്ട് കൊടുത്ത് ഞങ്ങളുടെ സ്വന്തമായിട്ട് മേടിച്ച ഫർണിച്ചർ. ആൻഡ് ജെയിൻ, ആൻഡ് ദ റെസ്റ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സേജ് ഐ സപ്പോസ്. അപ്പോൾ ആൻഡ് ജെയിൻ പറയാണ്, അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാതും ആരുടേതാണ്? മിസ്റ്റർ സേജ്. മിസ്റ്റർ സേജ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഈ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ ഈ സാധനങ്ങൾ കൊടുത്ത വ്യക്തിക്കായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഈ പണം ഈ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാനുള്ള ലോണ് കൊടുത്ത വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇതെല്ലാം മിസ്റ്റർ സേജിൻ്റേതാണ് എന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഐ സപ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഊഹിക്കുകയാണ്, ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഇതെല്ലാം മിസ്റ്റർ സേജിൻ്റേതാണ് അല്ലേ? അപ്പോൾ ജില്ലു പറയണേ യെസ്, അതെ എന്ന് വളരെ മടിയോടുകൂടി പറയാണ്. ആൻഡ് ജെയിൻ, വെൽ ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഓൺ മിസ്റ്റർ സേജ് പാർട്ട് ഫോർ എനി വൺ. അപ്പോൾ ആൻഡ് ജെയിൻ കുറച്ച് ദേഷ്യത്തോടു കൂടി പറയാണ്, ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഓൺ, ഞാനിവിടെ നിന്ന് ഇരിക്കുന്നില്ല. കാരണം എന്താ, ഈ ഇരിക്കുന്ന ചെയറും ഈ ടേബിളും എല്ലാം തന്നെ മിസ്റ്റർ സേജിൻ്റെയാണ്. അപ്പോൾ മിസ്റ്റർ സേജ് ഓണറായിട്ടുള്ള ഒന്നിലും ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്യണം, ഷീ സ്റ്റാൻഡ്സ് അപ്പ്, പെട്ടെന്ന് എണീറ്റ് നിൽക്കുവാണ്. നൗ ടെൽ മീ ഹൗ മച്ച് ഡു ഓൾ ദീസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് കം ടു. ഇപ്പോൾ നിങ്ങൾ പറയൂ, ഈ ഇൻസ്റ്റാൾമെൻ്റ് എല്ലാം കൂടെ എത്രയായിട്ട് വരും, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ്, ഇതിനെല്ലാം എത്ര രൂപയാണ് നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റായിട്ട് എടുത്തിട്ടുള്ളത്? ജാക്ക്, വെൽ ആക്ച്വലി ഹി ടേക്സ് ഔട്ട് ഹിസ് പോക്കറ്റ് ബുക്ക് ആൻഡ് കൺസൾട്ട് ഇറ്റ്. ആക്ച്വലി ടു £7 8 and 8 pence എ വീക്ക്. ജാക്കപ്പ് എന്ത് ചെയ്യാണ്, വെൽ ആക്ച്വലി യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞിട്ട് ഹി ടേക്സ് ഔട്ട് ഹിസ് പോക്കറ്റ് ബുക്ക്, ഒരു പോക്കറ്റ് ബുക്ക് എടുക്കുകയാണ്. എന്നിട്ട് കൺസൾട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബുക്ക് പരിശോധിക്കുകയാണ്. ആക്ച്വലി ടു £7 8 and 8 pence എ വീക്ക്. £7 8 shillings and 8 pence എ വീക്ക്. ഒരാഴ്ചയിൽ ഇത്രയും എമൗണ്ട് ഞങ്ങൾക്ക് അടയ്ക്കണം. ആൻഡ് ജെയിൻ, ഗുഡ് ഹെവൻസ്, ആൻഡ് ഹൗ മച്ച് ഡു യു ഏൺ? അപ്പോൾ ആൻഡ് ജെയിൻ ഞെട്ടലോട് കൂടിയിട്ട് പറയണേ, ഓ മൈ ഗോഡ്, ആൻഡ് ഹൗ മച്ച് ഡു യു ഏൺ? എത്ര രൂപയാണ് നിങ്ങൾക്ക് വരുമാനമുള്ളത്? നീ സമ്പാദിക്കുന്നത് എത്രയാണ്? കാരണം സമ്പാദിക്കുന്ന ആ തുകയിൽ നിന്നാണല്ലോ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കേണ്ടത്. ജാക്ക്, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ദാറ്റ് ഈസ് £6. അപ്പോൾ ജാക്ക് ഒരു മടിയോട് കൂടിയിട്ട് പറയാണ്, യഥാർത്ഥത്തിൽ £6 മാത്രമേ ഞാൻ ഏൺ ചെയ്യുന്നുള്ളൂ. പക്ഷേ അടയ്ക്കേണ്ട തുകയോ £7 8 shillings and 8 pence. വീക്കിൽ തന്നെ നമുക്ക് ഇത്രയും തുക അടയ്ക്കണം. ആൻഡ് ജെയിൻ, ബട്ട് ദാറ്റ്സ് അബ്സേർഡ്. ഹൗ ക്യാൻ യു പേ £7 8 and 8 pence ഔട്ട് ഓഫ് £6? അപ്പോൾ ആൻഡ് ജെയിൻ പറയാണ്, ബട്ട് ദാറ്റ്സ് അബ്സേർഡ്. അസംബന്ധമാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ഹൗ
ക്യാൻ യു പേ £7.8 ഔട്ട് ഓഫ് £6? നിങ്ങൾക്ക് ഈ £6 നിന്ന് ഇത്രയും തുക എങ്ങനെയാണ് പേ ചെയ്യാൻ സാധിക്കുന്നത്? ജാക്ക്, oh, that's easy. You see, all you have to do is to borrow the rest of the money for the payments from the Thrift and Providence Trust Corporation. അപ്പം ജാക്ക് പറയാണ്, ഓ ദാറ്റ്സ് ഈസി, അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. യു സി ഓൾ യു ഹാവ് ടു ഡു ഈസ് ടു ബോറോ ദ റെസ്റ്റ് ഓഫ് ദ മണി ഫോർ ദ പേയ്മെൻറ്റ്സ് ഫ്രം ദി ത്രിഫ്റ്റ് ആൻഡ് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷൻ. അത് ഈ പണമൊക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ്. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഈ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക്, ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കടം മേടിക്കാം. ജിൽ, they are only too glad to loan you any amount you like on note of hand alone. അപ്പോൾ ജില്ല് വളരെ സന്തോഷത്തോടു കൂടി പറയാണ്. അതിനകത്ത് എന്താ ഒരു സന്തോഷം? ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്പി. അപ്പോൾ അതിനകത്ത് എന്താ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ലോൺ എടുക്കാം. എന്താണ്? നോട്ട് ഓഫ് ഹാൻഡ് അലോൺ, അതായത് കയ്യും വീശി ചെന്നാൽ, ഫ്രീ ആയിട്ട് ചെന്നാൽ അതിനകത്ത് ഈട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ലോൺ കിട്ടും. ആൻഡ് ജെയിൻ, ആൻഡ് ഹൗ ഡു യു പ്രപ്പോസ് ടു പേ ദാറ്റ് ബാക്ക്? നിങ്ങൾ എങ്ങനെയാണ് അത് തിരിച്ചടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ജാക്ക്, ഹോ ദാറ്റ്സ് ഈസി ടു, യു ജസ്റ്റ് പേ ഇറ്റ് ബാക്ക് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അതും നമ്മൾക്ക് അത് ഈസിയാണല്ലോ. ജാക്ക് പറയണത് അത് വളരെ ഈസിയാണ്. നമ്മൾക്ക് ആ പണവും ഇൻസ്റ്റാൾമെൻറ്റിലൂടെ തിരിച്ചടയ്ക്കാം. ആൻഡ് ജെയിൻ, ഇൻസ്റ്റാൾമെൻറ്റ്സ്? ഷീ ക്ലാപ്സ് ഹെർ ഹാൻഡ് to her forehead and sink back weakly into the chair, then realizes that she is sitting on Mr. Sage's piece and leaps to her feet again with a little shriek. And Jane പറയുവാണ്, ഇൻസ്റ്റാൾമെൻറ്റിലൂടെ ഇതും അടയ്ക്കാൻ പറ്റുമോ? ഷീ ക്ലാപ്സ് ഹെർ ഹാൻഡ് ടു ഹെർ ഫോർഹെഡ്. അവളെന്ത് ചെയ്യണം? ആ കയ്യ് അതെ അവരുടെ നെറ്റിയിലേക്ക്, ഫോർഹെഡിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. ആൻഡ് സിങ്ക് ബാക്ക് വീക്ക്ലി ഇൻ ടു ദ ചെയർ. വളരെ വീക്കായിട്ട്, വളരെ ക്ഷീണിച്ച് ആ ചെയറിൻ്റെ ബാക്കിലേക്ക് അങ്ങ് അവൾ ഇരുന്നു പോയി. ദെൻ റിയലൈസസ് ദാറ്റ് ഷീ ഈസ് സിറ്റിംഗ് ഓൺ മിസ്റ്റർ സേജ് പീസ് ആൻഡ് ലീഡ്സ് ടു ഹെർ ഫീറ്റ് അഗെയിൻ വിത്ത് എ ലിറ്റിൽ ഷ്രേക്ക്. ദെൻ ഷീ റിയലൈസസ്, പെട്ടെന്ന് അവൾ തിരിച്ചറിയാണ്, ദാറ്റ് ഷീ ഈസ് സിറ്റിംഗ് ഓൺ മിസ്റ്റർ സേജ് പീസ്. അവളിപ്പോൾ ആ ഒരു ടെൻഷനിൽ ഇരുന്നത് മിസ്റ്റർ സെയ്ജിൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നൽകിയിട്ടുള്ള ആ ചെയറിലാണ്. ആൻഡ് ലീപ്സ് ടു ഹർ ഫീറ്റ് അഗെയിൻ വിത്ത് എ ലിറ്റിൽ ഷ്രീക്ക്. ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ ശബ്ദം, ചെറിയൊരു നോയ്സോട് കൂടി അവൾ പെട്ടെന്ന് ലീപ്പ് ചെയ്യണം. ലീപ്സ് എന്ന് പറഞ്ഞാൽ ജംപ്സ്, പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. ജാക്ക്, ആൻഡ് ജെയിൻ, ഈസ് എനിത്തിങ് ദ മാറ്റർ? വുഡ് യു ലൈക്ക് ടു ലൈ ഡൗൺ? അപ്പം ജാക്ക് ചോദിക്കുകയാണ്, ആൻഡ് ജെയിൻ, ഈസ് എനിത്തിങ് മാറ്റർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ലൈ ഡൗൺ? നിങ്ങൾക്ക് ഇവിടെ കിടക്കണോ? ആൻഡ് ജെയിൻ, ലൈ ഡൗൺ? ഡു യു സപ്പോസ് ഐ എം ഗോയിങ് ടു ട്രസ്റ്റ് മൈസെൽഫ് ഇൻ എ ബേർഡ് ദാറ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സേജ് ഓർ മാർക്സ് ആൻഡ് സ്പെൻസർ ഓർ സംബഡി? നോ, ഐ ആം ഗോയിങ് ഹോം. അപ്പോൾ ആൻഡ് ജെയിൻ പറയാണ്, ലൈ ഡൗൺ, കിടക്കേ? ഡു യു സപ്പോസ് ഐ എം ഗോയിങ് ടു ട്രസ്റ്റ് മൈസെൽഫ്? ഞാൻ എന്നെ വിശ്വസിച്ച് ഇവിടെ കിടക്കുകയാണോ? കാരണം എന്താ? ഇൻ എ ബെഡ് ദാറ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സേജ് ഓർ മാർക്സ് ആൻഡ് സ്പെൻസർ. അതായത് 2-3 ആൾക്കാരുടെ പേര് പറയുകയാണ്. ഒരു പക്ഷേ ഇതെല്ലാം പല പല ആളുകളിൽ നിന്നും ഇൻസ്റ്റാൾമെൻറ്റിലൂടെ വാങ്ങിയതാകാം. പണം കടമെടുത്ത ആളുകളായിരിക്കാം. അപ്പോൾ അവരുടെ ഓരോ പേരുകൾ ഇങ്ങനെ ഊഹിച്ച് പറയുകയാണ്. അപ്പോൾ ഇവരുടെ സ്വന്തമായിട്ടുള്ള ബെഡിലാണോ ഞാൻ കിടക്കുന്നത്? അത് എങ്ങനെ വിശ്വസിച്ച് ഞാൻ കിടക്കും? നോ, ഐ ആം ഗോയിങ് ഹോം. ഇല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ജിൽ, ഹോ, മസ്റ്റ് യു റിയലി ഗോ? ആൻറ്റി, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോകണോ എന്ന് ജില്ല് ചോദിക്കുകയാണ്. ആൻഡ് ജെയിൻ, ഐ തിങ്ക് ഐ ഹാഡ് ബെറ്റർ. ഇതായിരിക്കും നല്ലതെന്ന് ഞാൻ ഓർക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് ആൻഡ് ജെയിൻ പറയുകയാണ്. ജാക്ക്, ഐ വിൽ ഡ്രൈവ് യു ടു ദ സ്റ്റേഷൻ. ഞാൻ നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. ആൻഡ് ജെയിൻ, വാട്ട്? ട്രാവൽ ഇൻ എ കാർ ദാറ്റ് ഹാസ് ഓൺലി 1 ടയർ ആൻഡ് 2 തിങ്കുമീസ്? നോ താങ്ക് യു, ഐ വിൽ ടേക്ക് ദ ബസ്. അപ്പോൾ ആൻഡ് ജെയിൻ പറയുകയാണ്, വാട്ട്? ട്രാവൽ ഇൻ എ കാർ ദാറ്റ് ഹാസ് ഓൺലി 1 ടയർ ആൻഡ് 2 തിങ്കുമീസ്? തിങ്കുമീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സാധനങ്ങൾക്ക്, പേരറിയാത്ത സാധനങ്ങൾക്ക് പറയില്ലേ, അപ്പോൾ അതിന് ഒരു വേർഡ് അങ്ങ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ആൻഡ് ജെയിൻ പറയുകയാണ്, ഒരു
ടയറിനും അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് മാത്രം സ്വന്തമായിട്ടുള്ള ആ കാറിലാണോ ഞാൻ യാത്ര ചെയ്യുന്നത്? നോ താങ്ക് യു, ഐ വിൽ ടേക്ക് ദ ബസ്. ഞാനൊരു ബസ് പിടിച്ച് പോയിക്കോളാം, ബസ്സിൽ കയറി പോയിക്കോളാം. ജാക്ക്, വെൽ ഓഫ് കോഴ്സ് ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, ബസ്സിൽ തന്നെ പോയിക്കോളൂ എന്ന് ജാക്ക് പറയുകയാണ്. ആൻഡ് ജെയിൻ റിലൻറ്റിങ് എ ലിറ്റിൽ, നൗ ഐ ആം സോറി ഇഫ് ഐ സൗണ്ടഡ് റൂഡ് ബട്ട് റിയലി ഐ ആം ഷോക്ക് ടു ഫൈൻഡ് ദ വേ യു ആർ ലിവിങ്. ആൻഡ് ജെയിൻ റിലൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു അനുതാപത്തോടു കൂടി, ഒരു ചെറിയൊരു സഹതാപത്തോടു കൂടി പറയുകയാണ്. നൗ ഐ ആം സോറി ഇഫ് ഐ സൗണ്ടഡ് റൂഡ്. റൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് മോശമായിട്ട് പരുക്കമായിട്ട് സംസാരിച്ചതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ബട്ട് ഐ റിയലി ആം ഷോക്ക് ടു ഫൈൻഡ് ദ വേ യു ആർ ലിവിങ്. നിങ്ങൾ ഈ ജീവിക്കുന്ന ഈ ഒരു വേ, ഈ ഒരു നിങ്ങൾ ജീവിക്കാനുള്ള നിങ്ങളുടെ ഈ ജീവിത രീതിയെക്കുറിച്ച് ഓർത്ത് എനിക്ക് വളരെയധികം ഞാൻ ഷോക്ക്ഡാണ്, വളരെ വിഷമമുണ്ട്. ഐ ഹാവ് നെവർ ഓഡ് എ പെന്നി ഇൻ മൈ ലൈഫ്, ക്യാഷ് ഡൗൺ, ദാറ്റ്സ് മൈ മോട്ടോ ആൻഡ് ഐ വാണ്ട് യു ടു ഡു ദ സെയിം. അപ്പോൾ എന്താണ്? ഐ ഹാവ് നെവർ ഓഡ് എ പെന്നി ഇൻ മൈ ലൈഫ്. എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ആരോടും ഒരു പെന്നി പോലും കടപ്പെട്ടിട്ടുള്ളതല്ല, അല്ലെങ്കിൽ കടം പറഞ്ഞിട്ടുള്ളതല്ല, കടം വാങ്ങിയിട്ടില്ല. ക്യാഷ് ഡൗൺ, അതായത് പണം മുഴുവൻ അടയ്ക്കുക. ദാറ്റ്സ് മൈ മോട്ടോ, അതാണ് എൻ്റെ മുദ്രാവാക്യം. മോട്ടോ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം, അതായത് ഫുൾ എമൗണ്ട് കൊടുത്തിട്ടൊരു സാധനം മേടിക്കുക, അതാണ് എൻ്റെ വേ ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ആൻഡ് ഐ വാണ്ട് യു ടു ഡു ദ സെയിം. എന്താണ്? നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നല്ല ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. ഷീ ഓപ്പൺസ് ഹെർ ഹാൻഡ് ബാഗ്. പെട്ടെന്ന് തന്നെ അവളുടെ ഹാൻഡ് ബാഗ് തുറക്കുകയും, നൗ ലുക്ക് ഹിയർസ് എ ലിറ്റിൽ ചെക്ക് ഐ വാസ് മീനിങ് ടു ഗിവ് യു എനിവേ. എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഒരു ചെക്ക് തരുകയാണ്. ഷീ ഹാൻഡ്സ് ഇറ്റ് ടു ജില്ലിന് ആ ഒരു ചെക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. സപ്പോസ് യു ടേക്ക് ഇറ്റ് ആൻഡ് പേ ഓഫ് ജസ്റ്റ് വൺ ഓഫ് യുവർ ബിൽസ് സോ ദാറ്റ് യു ക്യാൻ സേ വൺ തിങ് അറ്റ് ലീസ്റ്റ് റിയലി ബിലോങ്സ് ടു യു. ഈ ഒരു ചെക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ ബില്ലെങ്കിലും അടയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബില്ല് അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സ്വന്തം എന്ന് പറയാനാവുമല്ലോ, ആ ഒരു വസ്തുവെങ്കിലും നിങ്ങളുടെ സ്വന്തം എന്ന് നിങ്ങൾക്ക് പറയാനാകും. ജിൽ അക്വാർഡ്ലി, താങ്ക് യു ആൻഡ് ജെയിൻ, ഇറ്റ്സ് വെരി നൈസ് ഓഫ് യു. അപ്പോൾ എന്താണ്? അക്വാർഡ്ലി എന്ന് പറഞ്ഞാൽ വിഷമത്തോടു കൂടി, ജില്ല് ഒരു വിഷമത്തോടു കൂടി പറയാണ് താങ്ക് യു ആൻഡ് ജെയിൻ, നന്ദി, ഇറ്റ്സ് വെരി നൈസ് ടു യു. ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, നിങ്ങൾ ഈ ഒരു പണം തന്നെ ഞങ്ങളെ സഹായിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ടൈറ്റിൽ, നെവർ നെസ്റ്റ് എന്നാണ്. അതായത് ഒരിക്കലും നിങ്ങളുടേതാകുന്നില്ല. ഈ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നമ്മളൊരു കാര്യം സ്വന്തമാക്കുകയാണെങ്കിൽ അത് ഫുൾ എമൗണ്ട് അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരിക്കലും നമ്മുടേതായിട്ട് നമ്മുടെ സ്വന്തം എന്ന് പറയാൻ സാധിക്കില്ല. ആൻഡ് ജെയിൻ പാറ്റിംഗ് ഹെർ ആം, ദർ നൗ ഐ മസ്റ്റ് ബി ഗോയിങ്. അപ്പോൾ ആൻഡ് ജെയിൻ പറയുകയാണ് പാറ്റിംഗ് ഹെർ ആം. പാറ്റിംഗ് എന്ന് പറയുന്നത് അവളുടെ ജില്ലിൻ്റെ കൈകളിങ്ങനെ തലോടിക്കൊണ്ട്, പാറ്റ് എന്ന് പറഞ്ഞാൽ തട്ടുക അല്ലെങ്കിൽ തലോടുക എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ തലോടിക്കൊണ്ട് പറയാണ് നൗ ഐ മസ്റ്റ് ബി ഗോയിങ്. ഇപ്പം എനിക്ക് എന്തായാലും പോയേ തീരും, ഞാനിപ്പോൾ പോവുകയാണ്. ജാക്ക്, ഐ വിൽ സീ യു ടു ദ ബസ് എനിവേ. എന്താണ്? ബസ് വരെ ഞങ്ങൾ കൊണ്ടാക്കി തരാമെന്ന് ജാക്ക് പറയാണ്. ജിൽ, ഗുഡ് ബൈ ആൻഡ് ജെയിൻ ആൻഡ് താങ്ക്സ് സോ മച്ച് ഫോർ ദ പ്രസൻറ്റ്. ജില്ല് പറയുകയാണ് ഗുഡ് ബൈ ആൻഡ് ജെയിൻ. അതുപോലെ തന്നെ ഈ ഒരു പ്രസൻറ്റിന് വീണ്ടും ചെക്ക് കൊടുത്തല്ലോ, ആ ഒരു എമൗണ്ട് തന്നതിന് ഒരുപാട്, ഈ ഒരു പ്രസൻറ്റ്, ഈ ഒരു സമ്മാനം തന്നതിന് ഒരുപാട് നന്ദി എന്ന് ജില്ല് പറയുകയാണ്. ആൻഡ് ജെയിൻ കിസ്സിങ് ഹർ, അവൾക്കൊരു ഉമ്മ കൊടുത്തുകൊണ്ട് പറയുകയാണ് ഗുഡ് ബൈ മൈ ഡിയർ. ഷീ ആൻഡ് ജാക്ക് ഗോ ഔട്ട്. Jill looks at the check and exclaims, £10. Then she hurries to the table, addresses an envelope, endorses the check and slips it inside with a bill which she taken from the bag and sees the envelope. അപ്പോൾ എന്താണ് പറയുന്നത്? ഷീ ആൻഡ് ജാക്ക് ഗോ ഔട്ട്. ആൻഡ് ജെയിനും ജാക്കും ബസ്സിലേക്ക്, ആൻഡ് ജെയിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാക്കും കൂടെ പോയിട്ടുണ്ട്. ജിൽ ലുക്സ് അറ്റ് ദ ചെക്ക്. അപ്പോൾ ജിൽ എന്ത് ചെയ്തു? ആ ചെക്കിലേക്ക് നോക്കി. എക്സ്ക്ലൈംസ് £10. പെട്ടെന്ന് തന്നെ അവൾ പറയുകയാണ് £10, 10 പൗണ്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ദെൻ ഷീ ഹറീസ് ടു ദ ടേബിൾ. പെട്ടെന്ന് തന്നെ ജിൽ എന്ത് ചെയ്തു? ഹറീസ്, പെട്ടെന്ന് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി. അഡ്രസ്സസ് ആൻഡ് എൻവലപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു എൻവലപ്പ് എടുത്തിട്ട് അതിൽ അഡ്രസ്സ് എഴുതി. എൻഡോസസ് ദ ചെക്ക്. ആ ചെക്കിൽ എൻഡോസസ് എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യുക.
സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ സൈൻ ചെയ്യുക എന്നാണ് എൻഡോഴ്സസിൻ്റെ മീനിങ്. ആൻഡ് സ്ലിപ്സ് ഇറ്റ് ഇൻസൈഡ് വിത്ത് എ ബിൽ, ഒരു ബില്ലിൻ്റെ സ്ലിപ്പ് അതിനകത്ത് വെച്ചു. വിച്ച് ഷീ ടേക്സ് ഫ്രം ദ ബാഗ്, അത് അവൾ ആ ബാഗിൽ നിന്ന് എടുത്ത ആ സ്ലിപ്പാണ്. ആൻഡ് സീസ് ദ എൻവലപ്പ്, എന്നിട്ട് എന്ത് ചെയ്തു, ആ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കത്തൊക്കെ അയക്കുന്ന ആ കവറില്ലേ, അതിനാണ് എൻവലപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻവലപ്പ് ഇങ്ങനെ സീൽ ചെയ്തു, ഒട്ടിച്ചു. ദെൻ ഷീ റിങ്സ് ദ ബെൽ, പെട്ടെന്ന് തന്നെ അവൾ എന്ത് ചെയ്തു, ഒരു ബെല്ലടിച്ചു. ഇൻ എ മൊമെൻറ്റ് ദ നേഴ്സ് കം ഇൻ വിത്ത് എ ബേബി ഇൻ ഹെർ ആംസ്, പെട്ടെന്ന് തന്നെ നേഴ്സ് ഒരു കുഞ്ഞു വാവയും കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് നേഴ്സ് ജില്ലിൻ്റെ മുന്നിലേക്ക് വന്നു. Jill, who nurse, I want you to run and post this for me. I will look after the baby while you are gone. അപ്പോൾ ജില്ല് പറയാണ്, ഓ നേഴ്സ്, ഐ വാണ്ട് യു ടു റൺ ആൻഡ് പോസ്റ്റ് ദിസ് ഫോർ മീ. ഈ ഒരു എൻവലപ്പ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പോസ്റ്റ് ചെയ്ത് വരണം. ഐ വിൽ ലുക്ക് ആഫ്റ്റർ ദ ബേബി വൈ യു ആർ ഗോൺ, നിങ്ങൾ പോയിട്ട് വരുന്നവരെ, നിങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ജില്ല് പറയാണ്. Nurse, certainly madam. She hands the baby to Jill, takes the letter and goes. അപ്പോൾ നേഴ്സ് പറയാണ്, ഷുവർ മാം. ഷീ ഹാൻഡ്സ് ദ ബേബി ടു ജിൽ, എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ബേബിയെ, കുഞ്ഞിനെ നേഴ്സ് ജില്ലിന് കൊടുക്കുവാണ്. ടേക്സ് ദ ലെറ്റർ ആൻഡ് ഗോസ്, എന്നിട്ട് ആ ലെറ്റർ എടുത്തിട്ട് അവൾ പോയി. എ സെക്കൻഡ് ലേറ്റർ ജാക്ക് കംസ് ഇൻ അഗെയിൻ, പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കകം ജാക്ക് തിരിച്ചു വന്നു. ജാക്ക്, വെൽ ഷി ഹാസ് ഗോൺ. What a tartar! Still she did leave us a bit on account. How much was it? ജാക്ക് പറയാണ്, വെൽ ഷി ഹാസ് ഗോൺ, അവള് പോയി. വാട്ട് എ ടാറ്റർ, ടാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് പറയാണ്. സ്റ്റിൽ ഷീ ഡിഡ് ലീവ് അസ് എ ബിറ്റ് ഓൺ അക്കൗണ്ട്, അവൾ പോയ സമയത്ത് ആൻറ്റി പോയ സമയത്ത് നമുക്കൊരു എമൗണ്ട് തന്നിട്ടാണ് പോയത്. ഹൗ മച്ച് വാസ് ഇറ്റ്, അത് എത്ര ഉണ്ടായിരുന്നു എന്ന് ജാക്ക് ജില്ലിനോട് ചോദിക്കുകയാണ്. ജിൽ, 10 pounds. ജില്ലപ്പ പറയാണ് 10 pounds ഉണ്ടായിരുന്നു. ജാക്ക് വിത്ത് വിസിൽ, ഫ്യൂ, ദാറ്റ്സ് ഗ്രേറ്റ്, വി ക്യാൻ പേ ഓഫ് ദ നെക്സ്റ്റ് 2 months ഓൺ ദ കാർ വിത്ത് ദാറ്റ്. അപ്പം ജാക്ക് വളരെ സന്തോഷത്തോടു കൂടി വിസിലടിച്ച് പറയാണ്, ദാറ്റ്സ് ഗ്രേറ്റ്, അത് വളരെ നല്ലൊരു കാര്യമാണ്. വി ക്യാൻ പേ ഓഫ് ദ നെക്സ്റ്റ് 2 months ഓൺ ദ കാർ വിത്ത് ദാറ്റ്. ആ ഒരു തുക കൊണ്ട് നമുക്ക് കാറിനുള്ള ഇൻസ്റ്റാൾമെൻറ്റ്, അടുത്ത 2 മാസത്തേക്കുള്ള ആ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് അടയ്ക്കാൻ സാധിക്കും. ജിൽ, ഐ ആം അഫ്രൈഡ് വി കാൺട്ട്. അപ്പോൾ ജില്ല് വളരെ വിഷമത്തോടു കൂടി പറയാണ്, നമുക്കത് അങ്ങനെ അടയ്ക്കാൻ സാധിക്കില്ല, ആ കാറിന് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല. ജാക്ക്, വൈ എവർ നോട്ട്, എന്തുകൊണ്ടില്ല? ജിൽ, യു സീ, ഐ ഹാവ് ഓൾറെഡി സെൻഡ് ഇറ്റ് ഓഫ് ഫോർ സംതിങ് എൽസ്. നേഴ്സ് ഹാസ് ജസ്റ്റ് ഗോൺ ടു പോസ്റ്റ് ഇറ്റ്. ജില്ല് പറയാണ്, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഐ ഹാവ് ഓൾറെഡി സെൻഡ് ഇറ്റ് ഓഫ് ഫോർ സംതിങ് എൽസ്, ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ പണം ഓൾറെഡി ഉപയോഗിച്ചു, അത് നേഴ്സിനെ പറഞ്ഞു വിട്ടു. നേഴ്സ് ഹാസ് ജസ്റ്റ് ഗോൺ ടു പോസ്റ്റ് ഇറ്റ്, ആ ഒരു പണവുമായിട്ട് നേഴ്സ് പോയിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജാക്ക്, വെൽ ദാറ്റ്സ് ഓൾ റൈറ്റ്, ഹു ഹാവ് യു സെൻഡ് ഇറ്റ് ടു? ജാക്ക് പറയണ, അത് ശരി, കുഴപ്പമില്ല. ഹു ഹാവ് യു സെൻഡ് ഇറ്റ് ടു, അത് ആർക്കാണ് നീ അയച്ചത്? ജിൽ, ഡോക്ടർ മാർട്ടിൻ. അപ്പോൾ എന്താണ്, ഡോക്ടർ മാർട്ടിന് വേണ്ടിയിട്ടാണ് ഞാനത് അയച്ചത്. ജാക്ക്, ഡോക്ടർ മാർട്ടിൻ, വാട്ട് ഓൺ എർത്ത് പൊസസ്ഡ് യു ടു ഡു ദാറ്റ്? എന്ത് ഭാവിച്ചാണ് നീ അത് ചെയ്തത്? ഡോക്ടർ മാർട്ടിന് ഇപ്പോൾ അത് അയക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ജിൽ, നിയർലി ഇൻ ടിയേഴ്സ്, നൗ യു ആർ ഗോയിങ് ടു ബി ആംഗ്രി വിത്ത് മീ. അപ്പോൾ ജിൽ നിയർലി ഇൻ ടിയേഴ്സ്, അതായത് അവളുടെ കണ്ണുനീരിങ്ങനെ വരാൻ നിൽക്കുവാണ്, കരച്ചിലിൻ്റെ വക്കോളം എത്തി. നൗ യു ആർ ഗോയിങ് ടു ബി ആംഗ്രി വിത്ത് മീ, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുകയാണോ? ജാക്ക്, ഐ ആം നോട്ട് ആംഗ്രി, ബട്ട് വൈ വേസ്റ്റ് ഗുഡ് മണി ഓൺ ദ ഡോക്ടർ? ഡോണ്ട് എക്സ്പെക്ട് ടു ഗെറ്റ് പെയ്ഡ് എനിവേ. അതായത് ജാക്ക് പറയാണ്, ഐ ആം നോട്ട് ആംഗ്രി, ഞാൻ ദേഷ്യപ്പെടുകയല്ല, ബട്ട് വൈ വേസ്റ്റ് ഗുഡ് മണി ഓൺ ദ ഡോക്ടർ? അത്രയും എമൗണ്ട് കിട്ടിയപ്പോൾ അതെന്തിനാണ് വേസ്റ്റ് ചെയ്തത്? ഒരു ഡോക്ടർക്ക് നൽകിക്കൊണ്ട്. ഡോക്ടേഴ്സ് ഡോണ്ട് എക്സ്പെക്ട് ടു ഗെറ്റ് പെയ്ഡ് എനിവേ. അതായത് ഡോക്ടർ ഒരിക്കലും ആ ഒരു പണം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ജിൽ, സോബിങ് എ ലിറ്റിൽ, ബട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ജില്ല് എന്തു ചെയ്യാണ്? സോബിങ് എ ലിറ്റിൽ. സോബിങ് എന്ന് പറഞ്ഞാൽ ഏങ്ങലടിക്കുക. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറയാണ്, ബട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്കത് മനസ്സിലാവില്ല.
ജാക്ക് അണ്ടർസ്റ്റാൻഡ് വാട്ട്? ജാക്ക് ചോദിക്കണേ എന്ത് മനസ്സിലാക്കണം എന്നാ? ജിൽ വൈ ജസ്റ്റ് വൺ മോർ ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ദ ബേബീസ് റിയലി അവേഴ്സ്. ജില്ല് പറയാണ് എന്തുകൊണ്ടെന്നാൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റും കൂടി അടയ്ക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞ് നമ്മുടേതാകണമെങ്കിൽ. അതായത് ആ ഒരു കുഞ്ഞു പോലെ ഇൻസ്റ്റാൾമെൻറ്റിലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഡെലിവറിയുടെ ആ തുക ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അവർ അടച്ചിട്ടുണ്ടാവുക. ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ തുക ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടെ ബാക്കിയുണ്ട്. ആ ഒരു തുക അടച്ചാൽ മാത്രമേ ആ കുട്ടി നമ്മുടേതാകൂ, നമ്മുടെ സ്വന്തമാകൂ എന്ന് ജില്ല് വളരെ വേദനയോടുകൂടി പറയുകയാണ്. ഷീ ഈസ് ഹോൾഡിങ് ഔട്ട് ദ ഇൻഫൻ്റ് എ ലിറ്റിൽ പത്തറ്റിക്കലി ആസ് വി ബ്ലാക്ക് ഔട്ട്. അതായത് ആ കർട്ടൻ താഴ്ത്തുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവൾ ആ കുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്, പത്തറ്റിക്കലി, വളരെ വിഷമത്തോടു കൂടി. അപ്പോൾ നെവർ നെവർ നെസ്റ്റ് എന്നുള്ള ആ ഒരു ടൈറ്റിലിനെ അർത്ഥമാക്കിക്കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ പോലും അവർ ഇൻസ്റ്റാൾമെൻറ്റ് വഴിയാണ് സ്വന്തമാക്കിയത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് വഴി കുറേ സാധനങ്ങൾ, നമ്മുടെ വരുമാനത്തിന് അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ അതൊരിക്കലും ആയിത്തീരുന്നില്ല എന്ന സന്ദേശത്തോടു കൂടി ഈ ഒരു പ്ലേ അവസാനിക്കുകയാണ്, ഈ ഒരു ഡ്രാമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.